നവോത്ഥാന ദിശയിലേക്ക് രാജ്യത്തെ സംസ്ഥാനത്തെ ഒക്കെ നയിച്ച നാരായണ ഗുരുവിൻ്റെ പങ്കിനെ നിഷേധിക്കുക, അങ്ങനെ ഒരു സാധ്യതയാണ് ഒരുപക്ഷെ പിണറായിയുടെ കർക്കശമായ ഭാഷ്യത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പാണോ സതീശൻ നൽകുന്നത്? അങ്ങനെയെങ്കിൽ സാധാരണഗതിയിൽ ഇതൊക്കെ സാധാരണ മനുഷ്യർ ഇത് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഒരാശയക്കുഴപ്പമുണ്ട്. അത് സതീശനും വി മുരളീധരനും ഒരേ കാര്യമാണ് പറയുന്നത് എന്ന തോന്നലാണ്. അത് എങ്ങനെയാണ് മാറ്റാൻ കഴിയുന്നത്? അല്ല, അതിൽ ഇപ്പോൾ സനാതനം എന്ന വാക്ക് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ സനാതനം എന്നൊരു സാധനം ലോകത്തില്ലല്ലോ. ഒരു മാർക്സിസ്റ്റ് വിശകലനത്തിൽ സനാതനമില്ല, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മാറ്റമല്ലാതെ ഒന്നും മാറ്റമില്ല എന്ന് പറയുന്നത് പോലെ. സനാതനധർമ്മം ഇതിനു മുമ്പ് ഉപയോഗിച്ച ഒരാൾ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ഞാൻ സനാതന ഹിന്ദുവാണ് എന്ന് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ RSSകാരാൽ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ RSSകാർക്ക് ഇഷ്ടപ്പെടാതിരുന്നത്? മഹാത്മാഗാന്ധി ഉദ്ദേശിച്ച അതൊരു കോണ്ടെക്സ്റ്റുവലാണ്, ഒരു സന്ദർഭത്തിലാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സർവമത സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉയർത്തി എല്ലാ മതക്കാരും ഒന്നിച്ചു ചേർന്ന് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കണം എന്ന കാര്യമാണ്. പക്ഷേ അതിന് നേരെ വിപരീതമായ ധാരകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ഡോക്ടർ അംബേദ്കറിൻ്റെ ധാര, ഈ രണ്ടും രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഡോക്ടർ അംബേദ്കറിൻ്റെ ധാര എല്ലാവിധ സനാതന അടിസ്ഥാന ബ്രാഹ്മണികമായ, നേരത്തെ പറഞ്ഞ വർണ്ണവ്യവസ്ഥയോ ജാതി വ്യവസ്ഥയോ അടക്കം ബ്രാഹ്മണിക മേധാവിത്വത്തിൻ്റെ എല്ലാ വ്യവസ്ഥയെയും ലംഘിക്കുന്നതാണ്. അംബേദ്കർ പറയുന്നത് സനാതനം എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണികമാണ്, സനാതന ധർമ്മം ബ്രാഹ്മണികമാണ് എന്നാണ്. ഇപ്പോൾ ഗുരുദേവൻ്റെ കാര്യത്തിൽ ഞാൻ കാണുന്നത് ഗുരുദേവൻ സനാതന ധർമ്മത്തെ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ലാത്ത ആളാണ്. വിവേകാനന്ദനെ പറ്റി എനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് എടുക്കട്ടെ. സനാതന ധർമ്മത്തെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അപ്പം അതിന് നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യോണ മനുഷ്യത്വം, സർവമതം ഏകസാരം എന്നൊക്കെ മുഖ്യമന്ത്രി ഇന്ന് കോട്ട് ചെയ്ത സാധനങ്ങളുണ്ട്. അതിനും അപ്പുറത്ത് മനുഷ്യൻ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നു. ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ സർവമത സാഹോദര്യം എന്ന അർത്ഥത്തിലാണ് ഒരുപക്ഷെ ആ അർത്ഥത്തിൽ സനാതനം എന്നതിന് എതിർ ശബ്ദമായി ഉയർത്തിയത്. ഇപ്പം ഗാന്ധിയുടെ സർവമത സമഭാവനയും ഗുരുവിൻ്റെ സർവമത സമഭാവനയും തമ്മിൽ കൃത്യമായ ചില വ്യത്യാസങ്ങളുണ്ട്, അത് സംശയമൊന്നുമല്ല. ഗാന്ധി അന്നത്തെ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ഹിന്ദുക്കൾ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കരുത്. ഗാന്ധി അംബേദ്കറോട് പറയുന്നുണ്ട്, ഇവിടെ ഈ ജാതി ഉപയോഗിച്ച് സംവരണമോ ജാതി ഉപയോഗിച്ച് സംഗതികളോ വന്നാൽ അത് ഈ ഹിന്ദു സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അതേ ഗാന്ധി തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കാൻ ഡോക്ടർ അംബേദ്കറെ ഏൽപ്പിക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചത്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യപൂർവ്വം നമ്മൾ ഉദ്ദേശിക്കുന്ന സനാതനമല്ല, ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഭരണഘടനയുണ്ട് നമുക്ക്. ആ ഭരണഘടന ഈ സനാതന ധർമ്മം അംഗീകരിക്കുന്നില്ല. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി ഭരണഘടനയ്ക്ക് അനുസൃതമായാണ് പറഞ്ഞത്, ഒരു തർക്കവുമില്ല. പിന്നെ ഇനിയും സംവാദം സാധ്യമാണ്, ഇനിയും ഒരുപാട് സംവാദങ്ങൾ സാധ്യമാണ്. സതീശൻ പറഞ്ഞതിന്റെ ഞാൻ അതിന് മുഴുവൻ ടെക്സ്റ്റ് വായിച്ചില്ല, പക്ഷെ കേട്ടിടത്തോളം ഈ കാര്യം ഇത് ഹിന്ദു വിരുദ്ധമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കരുത്. ഗാന്ധി പറയുന്ന പോലെയുള്ള സംഗതിയാണ്. ഒരു ലിബറൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗാന്ധി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഇത് ഹിന്ദു വിരുദ്ധമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കരുത്. കാരണം മറുവശത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം ഇത് ഉപയോഗിക്കാൻ നിൽക്കുന്നു. ഗുരു ഒരിക്കലും സനാതനി ആയിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു കാര്യത്തിലല്ല, ഇപ്പൊ രാമന്റെ കാര്യത്തിൽ രാമനെ ഒരു കാലത്തും ഗുരു അംഗീകരിച്ചിട്ടില്ലല്ലോ. ഗുരു ഒരു രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇവിടെ നാട്ടിൽ. എന്തുകൊണ്ടാണ് ഗുരുവിന് പല ക്ഷേത്രങ്ങളുണ്ട്, ശിവന്റെ ക്ഷേത്രം ഉണ്ടാക്കിയ ഗുരുവിന് എന്തുകൊണ്ടാണ് രാമക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇതൊക്കെ വി.കെ. ബാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, ഗുരു അങ്ങക്ക് എങ്ങനെയാ ബ്രിട്ടീഷുകാർ തന്നെ അർത്ഥം? അദ്ദേഹം പറഞ്ഞു, രാമന്റെ രാജ്യമായിരുന്നെങ്കിൽ എനിക്ക് ശൂദ്രന് പോലും സന്യാസം സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ രാമനെ 100% തള്ളിക്കളയുന്ന ഒരാളാണ്. അപ്പൊ സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയം ഈ ഗുരു പറയുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വളരെ വളരെ വ്യത്യാസമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു സൂചിപ്പിച്ചത്. അത് ശരിയുമാണ്. പക്ഷേ സതീശൻ അത് വ്യാഖ്യാനിക്കുന്നത് ഇത് ഒരു ഗാന്ധിയൻ ആംഗിളിൽ നിന്നാണ്. ഗാന്ധി ഹിന്ദുക്കൾക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ജാതിയുടെ ഭിന്നതയുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് വാദിക്കുന്ന ഉണ്ട്. ഇതിൽ ഞാൻ പ്രകടമായ വ്യത്യാസം പറഞ്ഞാൽ ഇപ്പോൾ ഗാന്ധിയും അംബേദ്കറും തമ്മിലോ ഗാന്ധിയും മറ്റു ആളുകളും തമ്മിലോ ഒക്കെ ഉണ്ടായ അതിൻ്റെ വേറൊരു തുടർച്ചയാണ്. ഇപ്പോൾ ഗുരു അയ്യപ്പന് തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ദൈവം വേണ്ട, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ അയ്യപ്പൻ്റെ തോളത്താണ് ഗുരു കൈയിട്ടിരുന്നത്. ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനിൽ ഒരാളായിരുന്നു. മറിച്ച് കുമാരനാശാനോട് ഞാൻ പറഞ്ഞത് ഇതിലെ കേവല തർക്കങ്ങൾക്കപ്പുറത്ത്
മുഖ്യമന്ത്രി പറഞ്ഞ അടിസ്ഥാനപരമായ വിഷയം, ഗുരു ഒരിക്കലും ഇവർ പറയുന്ന അർത്ഥത്തിലുള്ള ഒരു ഹിന്ദുത്വത്തിന് വക്താവ് ആയിരുന്നില്ല എന്നത് പറയേണ്ട ഒരു കാലം തന്നെയാണിത്. അതിന് യാതൊരു തർക്കവുമില്ല.